ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന മെത്രോപൊലീത്ത സ്ഥാനത്യാഗം ചെയ്തുവെന്ന വാർത്തയാണ്. ഇന്നലെ മുതൽ തിരുമേനിയുടെ ഫോണിനും വിശ്രമമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളും വൈദികരും തിരുമേനിമാരുമൊക്കെ വിളിക്കുന്നു. ഈ കേൾക്കുന്ന വാർത്ത ശരിയാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിളിക്കുന്നവരെല്ലാം. ഈ സ്ഥാനത്യാഗ വാർത്തയുടെ പിന്നാമ്പുറം ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ഭദ്രാസനത്തെ വളർച്ചയുടെ പാതയിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ വളർത്തിയെടുത്ത ഒരു ഇടയൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാതലായ പ്രശ്നങ്ങൾ കാണും. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ആത്മീയ രംഗത്തും ഭരണകാര്യങ്ങളിലും കർക്കശക്കാരൻ, ദുരാരോപണങ്ങളൊന്നും കേൾപ്പിക്കാത്ത ഒരു മേൽപ്പട്ടക്കാരൻ. പിന്നെ എന്താണ് അദ്ദേഹത്തിനൊരു കുറവ്? അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്. സഭയെ ഏൽപ്പിക്കുന്ന ദൗത്യം കൃത്യമായി പൂർത്തീകരിക്കാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ഇടയൻ. ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള തിരുമേനിയെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുമ്പോൾ വിശ്വാസികൾക്കെല്ലാം മ്ലാനത. ഒരു ഭരണാധികാരിക്ക് തന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. നട്ടെല്ല് വളയ്ക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് പറ്റില്ല. അവരവരുടെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ അവർ എതിരാകും. അത്രയേ ഇവിടെയും സംഭവിച്ചുള്ളൂ. തിരുമേനിയോടൊപ്പം നിന്ന് സർവ്വ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു പള്ളി കിട്ടാതെ വന്നാൽ ആ വൈദികനും ഭദ്രാസന നേതൃസ്ഥാനികളും എല്ലാം എതിരായിട്ടുണ്ട്. കഴിഞ്ഞ ഭദ്രാസന തിരഞ്ഞെടുപ്പ് മുതൽ നാളിതുവരെ ഭദ്രാസനത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന ഭദ്രാസന സെക്രട്ടറിയും ഭദ്രാസന കൗൺസിലും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൂടി ചേർന്ന് തിരുമേനിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കാൻ ഇവിടുത്തെ ചില വൈദികരുമുണ്ട്. ഇവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സ്വന്തം കാര്യങ്ങൾ തിരുമേനിയിലൂടെ നടത്താൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടവരാണ്. ഇവരെ എല്ലാം കാലാകാലങ്ങളിൽ തിരുമേനി സംരക്ഷിച്ചിട്ടുള്ളതുമാണ്. തിരുമേനിക്കെതിരെ ഏറ്റവും കൂടുതൽ വാളെടുത്ത് വെട്ടാൻ നടക്കുന്നത് മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഒരു ഇളമുറ വൈദികനാണ്. പണ്ട് ഇടമുളയ്ക്കൽ സെന്ററിൽ റബ്ബർ വെട്ടിയതിന്റെ ഒട്ടുകറ മുട്ടിച്ച് വിറ്റ പാർട്ടിയാണ്. അദ്ദേഹമാണ് കണക്കും പണവും എവിടെയാണെന്ന് അറിയേണ്ടത്. അദ്ദേഹത്തെ ഭദ്രാസനത്തിന്റെ ഏറ്റവും വലിയ പള്ളിയിൽ വികാരിയായി ഇരുത്തി 3 വർഷം രാജാവായി വാഴിച്ചത് തിരുമേനിയാണ്. അതിന്റെയൊക്കെ നന്ദിയാണ് ഇപ്പോൾ പടവാളുമായി ഇറങ്ങിയത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കുട്ടിയും കോലും കളിച്ച് നടന്നപ്പോൾ മലയാളത്തിൽ നോട്ട് എഴുതി സെമിനാരിയിൽ പഠിക്കാൻ സഹായിച്ച ഗുരുനാഥനെയാണ് വെട്ടാൻ കോടാലിയുമായി മുന്നിൽ നിൽക്കുന്നത്. തിരുമേനിയുടെ കൂടെ നിഴല് പോലെ നടന്ന് സർവ്വ ആദായവും പറ്റി വൈദികൻ ഭദ്രാസന സെക്രട്ടറിയുടെ കസേരയിൽ എത്തിയപ്പോൾ തന്റെ യജമാനനെ മറന്നു. സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ കഴിവില്ലാത്ത ഈ പെട്ടിതാങ്ങിയാണ് മറ്റൊരു പോരാളി. മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ സെക്രട്ടറിയുടെ അലവൻസ് സ്വന്തമായി എഴുതിയെടുക്കുന്ന വിദ്വാനാണ്. ഒറ്റയടിക്ക് 5000 രൂപയായിരുന്ന അലവൻസ് 3 ഇരട്ടി 15000 ആക്കി എഴുതിയെടുത്ത ധനാർത്ഥിയാണ് ഈ വൈദികൻ. ഇവരുടെ സ്ഥിരം ഹോബി വാറോലകളാണ്. ഭദ്രാസനത്തിലെ ഇടവകളെ തമ്മിലടിപ്പിച്ച് കലക്കവെള്ളത്തിൽ നഞ്ചു കലക്കി കിട്ടിയ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്ന ഈ വ്യാജ ഉപദേശകന്മാരെ ഇനിയും എന്തിനു വെച്ച് പോർപ്പിക്കുന്നുവെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഭദ്രാസനത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് സഭാ നേതൃത്വത്തിന് മുന്നിൽ പരാതിക്കെട്ടയച്ച് ദേവലോകത്തു നിന്നും ഒരു അന്വേഷണ കമ്മീഷനെ വെപ്പിച്ചു. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ ഈ കാലയളവിൽ അനുരഞ്ജന മാധുര്യം തീരും മുൻപേ ഇങ്ങനെ തുടക്കത്തിൽ ഒരു കൽപ്പന സഭാ നേതൃത്വത്തിൽ നിന്നും വന്നതാണ് ഭദ്രാസനത്തിലെ വിശ്വാസികൾക്ക് അമ്പരപ്പുണ്ടായത്. നാഴികയ്ക്ക് 40 വട്ടം ദേവലോകത്തും പരിശുദ്ധ ബാവ തിരുമേനിയുടെ സാന്നിധ്യം ഉള്ള സ്ഥലത്തും അനുവാദം വാങ്ങിയും അല്ലാതെയും സംഘമായി ഇടിച്ചു കയറി ചെന്ന് വ്യാജ കഥകൾ ഉണ്ടാക്കി നൽകുകയും പരിശുദ്ധ പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താണ് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. പരിശുദ്ധ സഭയുടെ ഭരണഘടനയിൽ 118, 119 എന്നീ വകുപ്പുകളിൽ പറയുന്ന പ്രകാരമാണോ ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ എന്ന് സഭാ നേതൃത്വം ചിന്തിക്കണം. മലങ്കര സഭയിൽ ഒരു സീനിയർ മെത്രോപൊലീത്തയായ ഡോക്ടർ ഗബ്രിയസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ അപമാനിക്കാനല്ലേ ഇങ്ങനെ ഒരു കമ്മീഷനെ അയക്കുന്നത്? ഇക്കാര്യത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ നിരപരാധിയാണ്. സഭ ആസ്ഥാനത്തെ ആസ്ഥാന കവിയെയും മറ്റും മണിയടിച്ചാണ് ഇങ്ങനെ ഒരു കൽപ്പനയുണ്ടാക്കിയത്. ഭരണഘടനയുടെ നവതി ആഘോഷങ്ങൾക്ക് കൊടിയേറി നാട് മുഴുവൻ സഭാ നേതാക്കന്മാർ സഭാസ്നേഹം വിളമ്പുമ്പോൾ സത്യത്തിൽ ഭരണലംഘനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഭദ്രാസന മെത്രോപൊലീത്തയോടുള്ള ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുവാനും പ്രതിഷേധിക്കുവാനും വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും സംയുക്തമായ കൂട്ടായ്മയിൽ ഒരു ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. ഭദ്രാസന സെക്രട്ടറിയുടെയും സംഘത്തിന്റെയും ആഭാസതരങ്ങൾക്കെതിരെയും അതിന് കൂട്ടുനിൽക്കുന്ന ചില വൈദികരുടെയും അധികാര കൊതിയന്മാരുടെയും വികൃതമായ മുഖം വിശ്വാസികൾക്ക് തിരിച്ചറിയണം. ഇവർ കള്ളക്കേസ് കൊടുക്കാനും മിടുക്കരാണ്. പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നത് ഒരു പുത്തരിയല്ല. ഈ നോമ്പുകാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ വ്യാജ പരാതികളുമായി കയറി ഇറങ്ങുന്നത് എന്ത് ക്രിസ്തീയതയാണ്? വിശ്വാസ സമൂഹം നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
അവർ ചാട്ടവാർ എടുക്കുന്ന ദിവസം അതിവിദൂരമല്ല.